അപ്പോൾ കുറച്ച് ദിവസം മുന്നേ ബിരിയാണി വെക്കാനായിട്ട് മേടിച്ച ചിക്കനിൽ നിന്നും കുറച്ച് ചിക്കൻ, അതായത് അതിൻ്റെ ലിവറും കുറച്ച് പീസും കൂടെ എടുത്ത് മാറ്റി വെച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് ഉച്ചക്കലത്തേക്ക് ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് അത് എടുത്തിട്ട് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും ഉപ്പും കുരുമുളക് പൊടിയും പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും പിന്നെ ചിക്കൻ ആയതുകൊണ്ട് തന്നെ കുറച്ച് തൈര്, ഒരു സ്പൂണോളം തൈരും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ മിക്സ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ചിക്കൻ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് ഇരിക്കാനായിട്ട് നമ്മൾ തൈര് ചേർക്കുന്നത്. അത് വേറെ ഒന്നിലും ഞാൻ അങ്ങനെ ചേർക്കാറില്ല, ചിക്കനിൽ മാത്രമേ ചേർക്കാറുള്ളൂ. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് മാറ്റി വെച്ചു. അത് കഴിഞ്ഞിട്ട് നമുക്ക് വെള്ളരി പച്ചടിയാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് വെള്ളരി എല്ലാം കൂടെ ഒന്ന് എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. മാക്സിമം ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുക്കുന്നതാണ് നല്ലത്. ഞാൻ അതിൻ്റെ വേസ്റ്റ് എല്ലാം കളഞ്ഞിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് കൂടെ ചെയ്യണേ. അപ്പോൾ ഞാനത് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുത്തു. പിന്നെ അതിന് വേണ്ട പച്ചമുളകും കറിവേപ്പിലയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യമേ തന്നെ വെള്ളരി ഒന്ന് വേവിച്ചെടുക്കണം. വെള്ളരി കുറച്ച് ഉപ്പും പിന്നെ പച്ചമുളകും ഒക്കെ ഇട്ടാണ് വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ തൈര് ഒഴിച്ച് ഉണ്ടാക്കുന്ന കറി ആയതുകൊണ്ട് തന്നെ എരിവിന് അത്യാവശ്യം പച്ചമുളക് ഇട്ട് കൊടുക്കണം, എന്നാലേ ആ ഒരു എരിവ് അങ്ങോട്ട് ബാലൻസ് ആവത്തുള്ളൂ കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടെ ചേർത്ത് ഉപ്പും വെള്ളവും പച്ചമുളകും കൂടെ ഇട്ട് അടച്ച് വെച്ച് വേവിച്ചാൽ മതി. ഒരു 10-15 മിനിറ്റിലത്തെ വേവുണ്ട്. ഇത് വീട്ടിൽ വെള്ളരി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം വേവുണ്ട്, പെട്ടെന്ന് വെന്ത് കിട്ടത്തില്ല കേട്ടോ, അത്യാവശ്യം വേവുള്ളതാണ്. അപ്പോൾ അതിലേക്ക് അരപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും അരച്ചതാണ്, പിന്നെ കടുകും കൂടെ അരച്ചതാണ് കേട്ടോ. കടുക് അരയ്ക്കുന്ന സമയത്ത് ഒരുപാട് കടുക് ഇടരുത്, കടുകിൻ്റെ ടേസ്റ്റ് ഭയങ്കര കുത്തലുള്ളതാണ്. അപ്പോൾ ആവശ്യത്തിന് മാത്രം ഇട്ടാലേ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടത്തുള്ളൂ. പിന്നെ നമ്മളൊരു പാൻ എടുത്ത് വെച്ച് എണ്ണയെല്ലാം ചൂടാക്കിയിട്ട് നേരത്തെ മസാല തേച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഓരോന്നോരോന്നായിട്ട് വെച്ചു. ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. എനിക്ക് കൂടുതലും ഇങ്ങനെ കുക്കിംഗ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടേ ഞാൻ എനിക്കിഷ്ടത്തിനുള്ള രീതിയിൽ അങ്ങ് വീഡിയോ ഇടും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇത് നേരത്തെ വേവിച്ച് വെച്ച വെള്ളരിയിലോട്ട്, അരപ്പൊക്കെ വെന്ത് വന്ന വെള്ളരിയിലോട്ട് ആവശ്യത്തിന് തൈര് ഒഴിച്ചു കൊടുത്തു കേട്ടോ. എനിക്കിങ്ങനെ കുറച്ച് ഗ്രേവി ആയിട്ട് ഇരിക്കുന്ന ഇഷ്ടമായതുകൊണ്ട് തന്നെ കുറച്ച് അധികം തൈര് ഒഴിച്ചു കൊടുത്തു. പിന്നെ ഈ സമയത്ത് തന്നെ ഉപ്പ് വേണമെങ്കിൽ ഒന്നും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. പുളി ഭയങ്കരമായിട്ടുള്ള തൈരാണെങ്കിൽ ഉപ്പ് കുറച്ച് തോനെ ചേർക്കേണ്ടി വരും. ആ സമയത്ത് ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു, അത് ഞാൻ തിരിച്ചിട്ട് കൊടുത്തു. പിന്നെ പച്ചടിയിൽ കടുക് വറുത്തൊഴിക്കാനായിട്ട് കടുകൊക്കെ വറുത്തൊഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ പച്ചടി കൂട്ടി ചോറ് കഴിക്കാൻ. ഇത് മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് ചോറ് കഴിക്കാനായിട്ട് പറ്റും, നല്ല ടേസ്റ്റാണ്. പിന്നെ ഞാനൊരു മുട്ടയും കൂടെ പൊരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് അച്ചാറും ചമ്മന്തിപ്പൊടിയൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് മിക്സ് ചെയ്ത് കഴിക്കാനായിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.